ഹലോ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്കറിയാവുന്ന സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നത് ഭയങ്കര മോശമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഭയങ്കരമായി പാവം ചമഞ്ഞ് വന്ന ഒരു സ്ത്രീ ഭയങ്കരമായി രൗദ്രഭാവത്തിലെത്തുകയും അവരുടെ ഒറിജിനൽ സ്വഭാവമായ ക്രിമിനൽ മൈൻഡ് അവർ പുറത്ത് കാണിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഇവരെ മുമ്പ് സബ് ചെയ്തിരുന്ന ആളുകൾ തന്നെ, അതായത് പ്രേക്ഷകർ, എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അഹങ്കാരത്തിന് ഒരു മരുന്ന് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ 2 സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 സ്ട്രൈക്കിന് പകരമായിട്ട് അവരെന്താണ് ചെയ്തത് എന്നറിയാമോ? എനിക്കൊരു 4-5 സ്ട്രൈക്ക് ഒന്നിച്ചങ്ങോട്ട് തന്നു. സാധാരണഗതിയിൽ ഞാൻ തുടക്കം മുതലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും. ഞാൻ ആരുടെയും വീഡിയോ വെച്ച് സംസാരിക്കാറില്ല. എനിക്ക് വളരെ വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കാനായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അവരുടെ വീഡിയോ കൊണ്ടുവന്ന് വെച്ച് അത് പറഞ്ഞാലും അതിനേക്കാൾ സ്ഫുടമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് അറിയാം. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരം എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ ആ ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തതിനൊക്കെയും ഇവർ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ട്രൈക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത് കുറച്ച് ടെക്നീഷ്യന്മാരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊടുത്ത സ്ട്രൈക്കിന് തിരിച്ച് 3-4 സ്ട്രൈക്ക് വന്നപ്പോൾ സ്വാഭാവികം ആ കുട്ടികൾ എൻ്റെ കൂടെയേ നിൽക്കുകയുള്ളൂ. എൻ്റെ ചാനൽ അവരുടെ കൈവശമാണല്ലോ. അപ്പോൾ അവർക്ക് അതൊരു അഭിമാന പ്രശ്നമായി തോന്നിയത് കൊണ്ട് തന്നെ അവർ എൻ്റെ ചാനലിന് യാതൊരു പോറലും തട്ടാതെ എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു തന്നിട്ടുമുണ്ട്. അവരതിന് കൃത്യമായ കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്ത് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വീഡിയോ ഇവർ കൊടുത്ത 3 വീഡിയോസും, എനിക്ക് സ്ട്രൈക്ക് കൊടുത്ത 3 വീഡിയോസും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വാദിക്കാൻ ഒക്കെ സാധിച്ചു. ഇനി അതൊന്നുമല്ല ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലമായി പണ്ട് നമ്മുടെ സ്നേഹതീരത്തിൻ്റെ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് ഒരു സ്ട്രൈക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് സ്ട്രൈക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെ ചാനലിലൊന്നും തന്നെ പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നാണ് ആ ഫോട്ടോ എടുത്തത് എന്ന് കാണിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. അതായത് യൂട്യൂബിലെ സ്ട്രൈക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ചില കാര്യങ്ങൾ നമ്മൾ അത്രയും കണ്ണിങ് ആയിട്ട് യൂട്യൂബിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അത് ആ ഒരു ഫോട്ടോ വെച്ച് കുടുംബസ്ഥനായ അദ്ദേഹത്തിൻ്റെ കുടുംബം തകർക്കാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ആ ഫോട്ടോയുടെ മുകളിൽ ഇവർ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്ഥാപിച്ചൊക്കെ എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മാസം വേണ്ടി വന്നു ആ ഒരു ഫോട്ടോയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യമാണ്. അപ്പം അത് ഞങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ 2 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സ്പ്രെഡ് ചെയ്ത സമയത്ത് കൊടുത്ത ഒരു സ്ട്രൈക്ക് ഇന്നലെ എന്തോ ആണ് കയറിയത്. ഞങ്ങളത് ഇഗ്നോർ ചെയ്ത്, ഞങ്ങളത് മറന്നുപോയ ഒരു സാധനമാണെങ്കിലും അത് ഇന്നലെ എങ്ങാണ്ട് കയറി ഇവരുടെ ചാനൽ ബ്ലോക്കായിട്ടുണ്ട്. സത്യത്തിൽ നമുക്കൊരു ചാനലുണ്ട് എങ്കിൽ നമ്മൾ ആ ചാനൽ യൂസ് ചെയ്യേണ്ടത് മറ്റുള്ളവൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. ശരിക്കും അവർ എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും കുടുംബജീവിതത്തിൽ കൈവയ്ക്കുന്നത് വരെ ഞാൻ ഇവരെ വെറുതെ വിട്ടതാണ്. പക്ഷെ കൃത്യമായിട്ട് വീണ്ടും 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 അവരുടെ കുടുംബത്ത് കയറി കളിക്കും, അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം തകർക്കും, എൻ്റെ വ്യക്തി ജീവിതം തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ ഭീഷണിയാണ് ഇവരുടെ ചാനൽ തന്നെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എനിക്ക് എത്തേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഈ 3 സ്ട്രൈക്കും അവരെനിക്ക് സ്ട്രൈക്ക് തന്നതിന് ശേഷമാണ് ഇവരുടെ ചാനൽ പോകുന്ന രീതിയിലുള്ള സ്ട്രൈക്ക് ഞങ്ങൾ കൊടുത്തത് തന്നെ. എന്തായാലും സ്ട്രൈക്ക് പോയിട്ടുണ്ട്, ഇവരുടെ ചാനൽ ബ്ലോക്കായിട്ടുണ്ട്. ഇതുമല്ല ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ ചാനൽ പോയതിനു ശേഷം ഇവർ പുതിയൊരു ചാനൽ എടുത്തിട്ട് വീണ്ടും അതേ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിഹത്യ,
എൻ്റെ പൊന്നു സ്ത്രീയെ, നീ നിന്റെ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ നിനക്ക് പണം വെച്ച് നീട്ടിയവനാണ് എൻ്റെ സഹോദരൻ. നിനക്ക് പണം വെച്ച് നീട്ടിയവൻ. ഇതേ ആളിനെ കുറിച്ച് നീ മുമ്പൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ബീൻ ഫാമിലി എന്ന ഞാൻ സ്നേഹതീരത്തിനെ വളച്ചെടുത്ത് അദ്ദേഹത്തിൽ നിന്നും പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന്. ഇന്ന് ഈ നിമിഷം വരെ നിനക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ സ്ത്രീയെ? അദ്ദേഹം എൻ്റെ സഹോദരനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു അപമാനവും തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ എൻ്റെ കുഞ്ഞിനെ വെച്ച് അപവാദം പറഞ്ഞിട്ട് പോലും നീ നിന്റെ മക്കളെ കാണിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, ദാരിദ്ര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ കഴിക്കാനുള്ള പൈസ നിനക്ക് വെച്ച് നീട്ടിയത്. അപ്പോഴും നീ ആ പൈസ വേണ്ടെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ നീ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഹാർട്ടിന്റെ സിമ്പൽ കൊടുക്കുമെന്ന്. എടി കഴുതേ, മരക്കഴുതേ, സ്റ്റാറ്റസിൽ ഹാർട്ടിന്റെ സിമ്പൽ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വൈഫിനും എനിക്കും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞങ്ങൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഞാനും അദ്ദേഹത്തിൻ്റെ വൈഫും സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാറ്റസ് അദ്ദേഹം കാണാറുമുണ്ട്. ഇന്ന് വരെയും അതിനൊരു റിപ്ലൈ അദ്ദേഹം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ പൊന്നുമോളെ, ആ വെള്ളം നീ വാങ്ങി വെച്ചേക്ക്. കാരണം ഒരാളുടെ സ്റ്റാറ്റസ് കണ്ട് അതിന് റിപ്ലൈ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം. ഇനി ഇത് എനിക്ക് പബ്ലിക്കിലൊന്നും പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ നീ സംസാരിച്ചത് കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. അതായത് ഈ സ്നേഹതീരത്തിനെ ഇവർ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. ഇത് ഞാൻ പലതവണ പറഞ്ഞതാണ്. ഇവളും മെല്ലിയും മുളകും എന്ന് പറയുന്ന സ്ത്രീയും കൂടി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. ഇയാളുടെ നമ്പർ തപ്പുന്നതൊക്കെ ഇവരുടെ പഴയ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എൻ്റെ സുഹൃത്താണ് എന്നുള്ള അറിവുള്ളത് കൊണ്ട് മാത്രം, എൻ്റെ സുഹൃത്തുക്കളെ മാത്രം ഇവർ തെരഞ്ഞു പിടിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചവരിൽ 2 വ്യക്തികളുണ്ട്. ഒന്ന് റെനീസ് യൂസഫ് എന്ന് പറയുന്ന ആളും, 2 സ്നേഹതീരം എന്ന് പറയുന്ന ആളും. ശരിക്കും റെനീസ് യൂസഫ് എന്ന് പറയുന്ന ആളിനെ എനിക്ക് അറിയാനും കൂടി പാടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നു എന്നൊരു ബന്ധം മാത്രമാണ് എനിക്ക് ആ മനുഷ്യനുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് അയാൾ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൾഫിൽ പോയി എന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തി, അതായത് സ്നേഹതീരം എന്ന് പറയുന്ന മനുഷ്യനെ പിന്നാലെ നടന്ന്, അതായത് എൻ്റെ സൗഹൃദത്തിൽ നിന്നും അവൾ തട്ടിയെടുക്കുക, ഇതാണ് ഇവളുടെ ലക്ഷ്യം. ഇത് മാത്രമല്ല, അതായത് കുടുംബമായി ജീവിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന സ്ത്രീകളിൽ നിന്നും അവരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കുക എന്നുള്ള ഒരു, ശരിക്കും ഈ സ്ത്രീക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ട്. അതായത് എവിടെയെങ്കിലും സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടിയും ഇരിക്കുന്ന ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി അവിടെ കയറിയിരിക്കുക. ഇപ്പൊ സ്നേഹതീരത്തിനും എനിക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ സ്ഥാനത്ത് അവൾ കയറിയിരിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ പോളിസി. ശരിക്കും അങ്ങനെ ഒരു ശ്രമവും അവൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സ്ഥിരമായി ഇദ്ദേഹത്തിന്റെ നമ്പർ കിട്ടിയതിന് ശേഷം ഇവൾ സ്ഥിരമായി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഈ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ കാര്യം എന്നോടും ആയിഷ നേഹയോടും ഇദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഈ പറയുന്ന സമയത്ത് ഞങ്ങൾ ഇദ്ദേഹത്തെ വിലക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ആ നമ്പർ ബ്ലോക്കിലിടൂ. പക്ഷേ ബ്ലോക്കിലിട്ടാൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുമോ എന്നുള്ള ഭയം ഇയാളുടെ ഉള്ളിലുണ്ട്. ഫോട്ടോ പ്രചരിപ്പിച്ചാൽ എന്താണ് വിഷയം? എന്താണ്? യാതൊരു തരത്തിലുള്ള വിഷയവുമില്ല. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത്. അത് പ്രചരിപ്പിച്ചാൽ എന്താണ്? അപ്പൊ ഞാൻ അന്നേ ആ മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ട്, ഫോട്ടോ പ്രചരിപ്പിച്ചാൽ എന്താ വിഷയം, എന്താ? പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. ഇവള് ഫോട്ടോ പ്രചരിപ്പിച്ചതിന് ശേഷം ഈ ഫോട്ടോയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഐഷ നേഹയും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ ഇനിഷ്യേറ്റ് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോട്ടോ അവിടെ കിടന്നാൽ എന്താണ് വിഷയം, അത് വിട്ട് കളഞ്ഞേക്ക്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും അത് അവിടെ കിടക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളത് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അദ്ദേഹത്തിന്റെ വൈഫും ഒക്കെ കൂടി ചേർന്ന് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കളവ് പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യം പറയേണ്ടി വരുന്നത്. ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്ന ഇവൾ ഇദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നത് ഈ കണ്ണുകൊണ്ടുള്ള ഒരു
ഇവൾ കാണിക്കുമല്ലോ, അതായത് മറ്റുള്ള പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ആലിമാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, അൽഹംദുലില്ലാ മാത്രം പറയുന്ന ഈ സ്ത്രീ, ഇവരുടെ ഷോർട്സുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഷോർട്സിൽ അന്യപുരുഷനോട് പെരുമാറുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന മതത്തിലിരുന്നു കൊണ്ട് ആ മതത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ഇവർ കണ്ണുകൊണ്ടും അതായത് പണ്ട് അമ്മമ്മമാരൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണും കലാശവും കാണിച്ച് പുരുഷന്മാരെ തട്ടിയെടുക്കുന്നു എന്നുള്ളത്. അതേ ഒരു സെയിം കാര്യം ഈ സ്ത്രീയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് തുരുതുര ഈ കണ്ണ് കാണിക്കുന്ന വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണുകൊണ്ടുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണിക്കുന്ന വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസ് സ്ഥിരമായി അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞാണ് പിന്നീട് ആ വീഡിയോസ് നിർത്തിയത്. കാരണം അങ്ങനെയൊന്നും കാണുന്ന ഒരാൾ പോലുമല്ല അദ്ദേഹം. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് അയക്കേണ്ട നജിലെ, ഇതൊന്നും എനിക്കിപ്പോൾ കാണാൻ നേരമില്ല, സമയമില്ല എന്ന് പറയുന്ന ഒരാളാണ്. അന്ന് അത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇവൾ പിന്നീട് ആ വീഡിയോസ് വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടില്ല. പകരം സ്റ്റാറ്റസ് ഇടാറുണ്ട് എന്ന് തോന്നുന്നു. ഈ സ്റ്റാറ്റസ് ഇദ്ദേഹം കാണാറുണ്ടായിരുന്നിരിക്കാം. ഇവളിങ്ങനെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും അത് എത്ര പേര് കണ്ടു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ പേരും അവൾ കണ്ടിട്ടുണ്ടാകാം. എന്തായാലും അതിനൊരു ഹാർട്ടിൻ്റെ സിമ്പിൾ കൊടുത്ത് അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ അതിനെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ഞങ്ങളിടുന്ന സ്റ്റാറ്റസിന് പോലും ഒരു റിപ്ലൈ തരാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ ഇതുപോലൊരു സ്ത്രീയെ, പിന്നെ ഈ സ്ത്രീയോട് അദ്ദേഹം സംസാരിച്ചതിനൊക്കെ പ്രത്യേകമായ കാരണങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഇദ്ദേഹം ഫാമിലിയെ ഭയങ്കരമായി കെയർ ചെയ്യുന്ന ഒരാളാണ്. ഫാമിലി എന്ന് മാത്രമല്ല, സഹോദരങ്ങളെയും ഭയങ്കരമായി കെയർ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും അദ്ദേഹത്തിന് ഞാനുമായിട്ട് അദ്ദേഹത്തിന് രക്തബന്ധം ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയോട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എന്നോടും പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് പുറത്ത് പറയാതെ പോകുന്നത് തെറ്റായത് കൊണ്ടാണ്. ശരിക്കും ഈ പറയുന്ന ഷിയാസുമായിട്ട് ഞാനിപ്പോൾ പിണക്കത്തിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, എൻ്റെ മകനെ അയാളുമായി ചേർത്ത് അവിഹിതം ആരോപിച്ച ഈ സ്ത്രീക്ക് അവളുടെ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ അയാളുടെ സ്വന്തം മക്കൾ തിന്നാനുള്ള ക്യാഷ് ഇവൾക്ക് പലതവണയായി അയച്ചു കൊടുത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നതല്ല. അദ്ദേഹം എൻ്റെ സഹോദരനാണ്, എൻ്റെ സുഹൃത്താണ്, എല്ലാമാണെങ്കിലും ഒരമ്മ എന്നുള്ള നിലയിൽ എൻ്റെ മകനെ അവിഹിത സന്തതി ആക്കിയവൾക്ക് അവളുടെ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ അവൾക്ക് പണം വെച്ച് നീട്ടിയ ഷിയാസിനോട് എനിക്കൊരു കാരണവശാലും ക്ഷമിക്കാൻ സാധ്യമല്ല. മരിച്ചാലും എനിക്കത് ക്ഷമിക്കാൻ സാധ്യമല്ല. എൻ്റെ മകൻ എൻ്റെ വയറ്റിലായി എന്ന് ഞാൻ അറിയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം മുതൽ അവനെ പ്രസവിക്കുന്നത് വരെ ഞാൻ എടുത്ത ഒരു സ്ട്രഗിളുണ്ട്. എൻ്റെ ഭർത്താവ് ഇഴഞ്ഞിട്ടാണ്. എൻ്റെ ഭർത്താവിനെ ഞാനിങ്ങനെ 2 കൈയും കൊണ്ട് പൊക്കിയെടുത്താൽ മാത്രമേ എനിക്ക് ബാത്റൂമിൽ പോലും കൊണ്ടുവന്ന് ഇരുത്താനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. നിറവയറോടുകൂടി എൻ്റെ ഭർത്താവിനെ ചുമന്നുകൊണ്ട് എൻ്റെ വയറ്റിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഇടുപ്പിൽ ഞാൻ എൻ്റെ ഭർത്താവിനെയും ചുമന്നുകൊണ്ട് നടന്ന ആ സമയത്തെക്കുറിച്ച് ഷിയാസിന് നന്നായി അറിയാം. എന്നിട്ടും അത്രയേറെ സ്ട്രഗിൾ ചെയ്ത് ഉറങ്ങുക പോലുമില്ല. അപ്പോഴും ആ സമയത്തും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരാളായിരുന്നു ഷിയാസ്. അപ്പോഴും ഷിയാസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ വരെ ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും, എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട്, എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ട്, നിങ്ങൾ എനിക്ക് സഹായിക്കേണ്ടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ ഞാൻ അത്രയേറെ സ്ട്രഗിൾ ചെയ്ത് രാവും പകലും ഉറക്കവും ഊണും ഉപേക്ഷിച്ച് നിറവയറോടുകൂടി ഈ രോഗിയായ ഭർത്താവിനെയും നോക്കി എൻ്റെ കുടുംബത്തിലെ ചെലവിനും വേണ്ടിയിട്ട് ഓടി നടന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ അവിഹിത സന്തതി എന്ന് പറഞ്ഞത് അയാളെ ചേർത്തിട്ടാണ്.
അയാളുടെ അവിഹിത സന്തതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീക്ക്, അവൾ ഇനി എത്ര സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീയോ എത്ര നന്മയുള്ള സ്ത്രീയോ ആവട്ടെ, അവളുടെ കൊണ്ട് പൊതുസമൂഹത്തിലാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞ് അവിഹിത സന്തതിയാണ് എന്ന്. അങ്ങനെ പറഞ്ഞ, അവന്റെ പേര് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അവിഹിത സന്തതിയാക്കിയ അവൾക്ക് ക്യാഷ് കൊടുത്ത ഷിയാസിനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. പക്ഷേ ഈ കളവിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല. സ്ത്രീകളോട്, അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കാം, സ്ത്രീകളോട് അപമര്യാദയായി സംസാരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു ക്യാരക്ടർ അല്ല ഷിയാസ്. അത് പകൽ വെളിച്ചത്തിലായാലും ഇരുട്ടിന്റെ മറവിലായാലും. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കുഞ്ഞെ. പിന്നെ അതേ കണക്ക് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം തകർക്കും എന്നുള്ള വെല്ലുവിളി ഇതിനു മുമ്പ് ഒരു ഡ്രാക്കുളയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? നിങ്ങളെപ്പോലെ 10-15 ദിവസം മാത്രം ദാമ്പത്യ ബന്ധത്തിന് വേണ്ടിയിട്ട് ആളുകളെ തിരക്കി നടക്കുന്നവരല്ല ഞാനോ ഷിയാസോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ കാലിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതിപ്പോ ഷിയാസിന്റെ കുടുംബത്തിൽ നിങ്ങൾ കയറിയാലും ശരി തന്നെ, എൻ്റെ കുടുംബത്തിൽ കയറിയാലും ശരി തന്നെ, കാലിന്റെ മുട്ടുകാല് തല്ലി ഒടിച്ചിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വൃത്തികെട്ട സ്ത്രീയുടെ സ്റ്റാറ്റസുകളോ അല്ലെങ്കിൽ ഈ വൃത്തികെട്ട സ്ത്രീയുടെ വാട്സപ്പിലോ പോകുന്ന ആളുകൾക്ക് ഇതൊരു പാഠം കൂടിയാവണം. അതായത് ഇവർ തന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. ഇവർക്ക് ഒരു തവണ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഇക്കാ ചോറ് കഴിച്ചോ, ഇക്കാ ചായ കുടിച്ചോ, ഇക്ക എന്ത് ചെയ്യുന്ന ഇക്ക എന്ന് പറഞ്ഞ് ഇവളെക്കാളും പ്രായത്തിൽ കുറഞ്ഞ ഒരാളാണെങ്കിൽ പോലും അവനെ ഇക്കാന്നേ ഇവള് വിളിക്കുള്ളൂ. അതായത് ഇവൾക്ക് ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഭയങ്കര കുണുവാവയാണ്. ഇവള് പിന്നെ ഉറങ്ങിക്കിടന്ന സമയത്ത് 4 കുട്ടികളുണ്ടായി, അതിലൊരെണ്ണം മരണപ്പെട്ടു പോയി. അങ്ങനെ ഉറങ്ങിക്കിടന്ന സമയത്ത് എങ്ങനെയോ ദിവ്യഗർഭം പോലെ വന്നത് ഇവൾക്ക് അറിയാൻ പാടില്ല. എങ്ങനെയാണ് ഈ കുട്ടികൾ ഉണ്ടായതെന്നും കൂടി ഇവൾക്ക് അറിയാൻ പാടില്ല. കാരണം ഇവൾ കുണുവാവയാണ്. ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ കണ്ണും കൈയും കാണിച്ച് മറ്റുള്ളവന്റെ ഭർത്താക്കന്മാരെ എങ്ങനെ തട്ടിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അവൾ നല്ല ഗ്രാജുവേറ്റ് നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, സൗഹൃദ ബന്ധത്തിൽ ഇരിക്കുന്നവരുടെ സൗഹൃദങ്ങളിൽ പോലും ഇടങ്കോൽ ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്തും കയറിയിരിക്കാൻ ഭയങ്കര മിടുക്കിയാണ്. ഇതൊക്കെ പോട്ട്, ഞാൻ എൻ്റെ ചാനലിന് ഇട്ടിരിക്കുന്ന പേര് എൻ്റെ കുടുംബനാഥൻ്റെ പേരാണ്. അതായത് ഞങ്ങളുടെയൊക്കെ പേരിൻ്റെ പിറകിൽ എൻ്റെ കുടുംബനാഥൻ്റെ പേരുണ്ട്. അത് എങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ആക്കി തീർത്തതല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എൻ്റെ ആധാർ കാർഡിൽ അടക്കമുണ്ട്. എൻ്റെ ആധാർ കാർഡിലുള്ള പേര് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, എൻ്റെ ഭർത്താവിൻ്റെ പേര് വാലായിട്ട് കിടപ്പുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ആധാർ കാർഡ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാർഡാണല്ലോ. അതിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ പേര് വാലായിട്ട് കിടപ്പുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെയൊക്കെ പേരിൻ്റെ പിറകിൽ എൻ്റെ മക്കളെല്ലാം എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേര്, അവരുടെ പേരിന് പിറകിൽ ഹവ ബീൻ, ആദം ബീൻ, ദിൽമ ബീൻ, ദിയ ബീൻ, അങ്ങനെ പറഞ്ഞിട്ട് ബീൻ എന്ന് അവസാനിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെത്. അപ്പോൾ ആ ബീൻ എന്നുള്ളത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നുള്ളത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഐഡന്റിറ്റിയിലാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഞാൻ അങ്ങനെ അറിയപ്പെടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായതുകൊണ്ട് തന്നെ ഞാൻ ബീൻ ഫാമിലി എന്നാണ് ഇട്ടേക്കുന്നത്. അതിനെ കോപ്പി അടിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് കൂടെ ജീവിക്കുന്ന ഇവളുടെ പേരിന് താഴെ, അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ പേര് വാലായി ഇടുക എന്നുള്ള ഒരു പ്രോസസ് ഇല്ല. അങ്ങനെ ഒരു പ്രോസസ് ഇല്ല. അതായത് തൻ്റെ പേരിന് പിറകിൽ ഭർത്താവിൻ്റെ പേര് ചേർക്കുക എന്നൊരു പ്രോസസ് ഇല്ല, ഇസ്ലാമിക നിയമപ്രകാരം ഇല്ല. പക്ഷെ ഇവള് തന്നെ ചവിട്ടി അങ്ങോട്ട് കയറ്റി നജില ഷാൻ എന്നുള്ളത്. ഈ ഷാൻ എന്ന് പറയുന്നത് ജുമൈല എന്ന് പറയുന്ന സ്ത്രീയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെയും നജില ഷാൻ ഫാമിലി, അതായത് അവിടെ അവള് പ്രൂവ് ചെയ്യാണ്, അതായത് നജിലയും ഷാനും രണ്ട് വ്യക്തികളാണ് എന്നുള്ളതും 2 വ്യക്തികളുടെയും ഫാമിലി ആണ് ഈ ഒരു ചാനല് എന്നുള്ളതും. എൻ്റെ പൊന്നോ,
അപ്പൊ ഈ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെയൊക്കെ കുടുംബജീവിതം തകർക്കുന്ന തരത്തിൽ ഇവൾ പെരുമാറുമെന്നുള്ളത് അയാളുടെ പണം വാങ്ങിച്ച് കീശയിൽ വെച്ചിട്ടാണ് ഇപ്പോഴും അയാളുടെ കുടുംബം തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്. നീയും നിന്റെ കാമുകനും നിന്റെ പിള്ളേരും ഒക്കെ അങ്ങേര് ജോലി ചെയ്ത് അങ്ങേരെ വേർപ്പിന്റെ അന്നം തിന്നവളല്ലേ. നീയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ.